2026 മെയ് 3-ാം തീയതി നടന്ന UG പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ വിദ്യാർത്ഥി സമൂഹം ഇന്ത്യയിലുടനീളം ലക്ഷത്തിൽ പരം 30 ലക്ഷത്തിനോട് അടുത്തുള്ള വിദ്യാർത്ഥി സമൂഹമാണ് മെഡിക്കൽ ഫീൽഡിലേക്ക് എത്തുന്നതിന് വേണ്ടി, ഡോക്ടർമാരാകുന്നതിന് വേണ്ടി അവർ കോച്ചിങ് സെൻ്ററുകളിൽ പോയി വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് രാവും പകലുമില്ലാതെ പഠിച്ച് ഒരുപാട് സംഘർഷങ്ങൾക്കൊടുവിലാണ് അവർ നീറ്റ് പരീക്ഷ എഴുതുന്നത്. അങ്ങനെ വലിയ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി വളരെ ഗൗരവപരമായ ഒരു പരീക്ഷ എഴുതിയിട്ട് ആ പരീക്ഷ പേപ്പർ ചോർന്നു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ പരീക്ഷ റദ്ദ് ചെയ്തിരിക്കുകയാണ്. ആ പരീക്ഷ റദ്ദ് ചെയ്തു എന്നത് മാത്രമല്ല, രാജസ്ഥാനിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി, കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി, രാജസ്ഥാനിലുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ വിൽപ്പന നടത്തിയത് എന്നാണ് CBIയുടെ ആദ്യ നിഗമനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ വളരെ നിർണായകമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് CBIയെ ഏൽപ്പിച്ചെങ്കിൽ പോലും ഇത്തരം നിരുത്തരവാദപരമായ ഒരു പ്രശ്നം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ഗവൺമെൻറ് പലവട്ടം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നാസിക്കിലുള്ള ഒരു പ്രസ്സിൽ വെച്ചാണ് ഈ ചോദ്യപേപ്പർ ചോർന്നത് എന്നാണ് ഇപ്പോൾ CBI പ്രാഥമികമായി നിഗമനത്തിലെത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചോദ്യപേപ്പർ വിൽപ്പന നടത്തിയിരിക്കുന്നത് 30 ലക്ഷം മുതൽ 30,000 രൂപ വരെയുള്ള സംഖ്യകൾക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പ്രൊഫഷണൽ മേഖലയായ നമ്മുടെ ശരീരം പോലും വിശ്വാസപൂർവ്വം നമുക്കൊരു ഡോക്ടറെ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ ശസ്ത്രക്രിയകൾക്ക് വേണ്ടി മരവിച്ച ശരീരം പോലും ഏൽപ്പിക്കുന്ന ഡോക്ടർമാർ പോലുള്ള ഔദ്യോഗികമായ പ്രൊഫഷണലുകളായ ആളുകളുടെ ഇത്തരം തയ്യാറെടുപ്പ് പരീക്ഷകൾ പോലും, അല്ലെങ്കിൽ അതിൻ്റെ യോഗ്യതാ പരീക്ഷകൾ പോലും ചോർന്നു പോകുന്നു എന്നറിയുന്നത് വളരെ ഖേദകരമാണ്, വളരെ ദുഃഖകരമാണ്. വളരെ ഗൗരവപരമായി ഇന്ത്യയിലെ ഭരണ സംവിധാനവും ഇതിൻ്റെ സംവിധാനങ്ങളുമൊക്കെ ആലോചിക്കേണ്ടതാണ്. ഇത് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട മറ്റൊരു കാര്യം, നീറ്റ് പരീക്ഷ റദ്ദ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനഃപരീക്ഷ തീയതിയും പുതിയ അഡ്മിറ്റ് കാർഡ് വിവരങ്ങളും 10 ദിവസത്തിനുള്ളിൽ അറിയിക്കുമെന്നാണ് ഈ പരീക്ഷയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന NTA വ്യക്തമാക്കിയിട്ടുള്ളത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന NTA വളരെ സുപ്രധാനമായ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. പരീക്ഷയുടെ ഫീസ് ഒരിക്കൽ നൽകിയവർ, ഈ പരീക്ഷ എഴുതാൻ ഫീസ് അടച്ച ആളുകൾ ഫീസ് അടക്കേണ്ടതില്ല. പുതിയ അഡ്മിറ്റ് കാർഡുകൾ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ലഭ്യമാക്കും എന്നുകൂടിയാണ് NTA അറിയിച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമായതിനാൽ വളരെ ഗൗരവപരമായി ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു. രാജ്യത്തിൻ്റെ ഉന്നതങ്ങളിലുള്ള ശ്രേണികളിലേക്ക് എത്തേണ്ട ആളുകളുടെ ഇത്തരം യോഗ്യതാ പരീക്ഷകൾ പോലും അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളത് ഇവിടെയുള്ള വിദ്യാഭ്യാസ രംഗം ഏത് തരത്തിലാണ് താറുമാറായി പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പരീക്ഷാ തീയതിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ NEET.NDA.NIC.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കുമെന്നാണ് ഈ പരീക്ഷ നടത്തിപ്പുകാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ NEET.NDA.NIC.in എന്ന് പറയുന്ന ഈ സൈറ്റിൽ ഈ പരീക്ഷ എഴുതാൻ തയ്യാറായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇടയ്ക്കിടയ്ക്ക് കയറുകയും ഈ പരീക്ഷയുടെ വിവരങ്ങൾ, അപ്ഡേറ്റുകൾ അറിയുന്നതും ഉചിതമായിരിക്കും. തീർച്ചയായും 10 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഹാൾ ടിക്കറ്റുകളും അനുബന്ധ കാര്യങ്ങളും ഈ സൈറ്റിലൂടെ നിങ്ങൾക്ക് അറിയാനും മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ ഹാൾ ടിക്കറ്റുകൾ എടുക്കാനും സാധിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്ന ഈ ഗൗരവപരമായ പരീക്ഷയെ ഇത്ര ലാഘവ ബുദ്ധിയോടുകൂടി ഇത്രയും നിസ്സാരമായ രൂപത്തിലേക്ക് കാണുന്നത്
കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും ഈ പരീക്ഷ നടത്തുന്ന ഏജൻസികളാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളാണെങ്കിലും എന്തുകൊണ്ടാണ് എന്ന് ഗൗരവപരമായി പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇത്തരം ചർച്ചകളിൽ ഉരുതിരിഞ്ഞു വരുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് ഈ പരീക്ഷയെ ഫലവത്തായ രൂപത്തിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നടത്തുന്നതിന് വേണ്ടി നിയമനിർമ്മാണ സഭകൾ അതോടൊപ്പം അനുബന്ധ സംവിധാനങ്ങളുമൊക്കെ തയ്യാറായി മുന്നോട്ട് വരികയും രാജ്യത്തിൻ്റെ യശസ് ഇത്തരത്തിലുള്ള പരീക്ഷകളുടെയൊക്കെ പോരായ്മകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ചോദ്യപേപ്പറുകളുടെ ചോർച്ചകൾ ലോകസമൂഹം വിലയിരുത്തുന്നു എന്ന ബോധ്യത്തോടു കൂടി ഇതിൽ ഉചിതമായ ഇടപെടലുകളും കർക്കശമായ ശിക്ഷാ നടപടികളും ആവിഷ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശിക്ഷാ നടപടികളും കൈകൊണ്ടുകൊണ്ട് ഈ പരീക്ഷയെ കുറ്റമറ്റതായി നടത്തണം എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. ഈ നിരീക്ഷണം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.